തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ SBIക്ക് ഇന്നും സുപ്രീം കോടതിയുടെ വിമർശനം. SBI ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്തുകൊണ്ടാണ് ബോണ്ട് സംബന്ധിച്ച എല്ലാ രേഖകളും കൈമാറാത്തതെന്ന് ചീഫ് ജസ്റ്റിസ്. ബോണ്ട് നമ്പറുകൾ കൈമാറാത്തത് ചോദ്യം ചെയ്ത സുപ്രീം കോടതി SBIക്ക് നോട്ടീസ് നൽകി. കേസ് സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബസന്ത്, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്നും SBIക്കെതിരെ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി എടുത്തു ചോദിക്കുന്നത്? എങ്ങനെയാണ് കോടതിയിൽ ഇന്നിപ്പോൾ നടന്ന നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? SBIക്ക് ഇന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. പ്രധാനമായും ബോണ്ടിലെ നമ്പറുകൾ കൈമാറാത്ത, അതായത് കോഡ് കൈമാറാത്തത് എന്തുകൊണ്ടാണെന്നാണ് സുപ്രീം കോടതി SBIയോട് ചോദിച്ചത്. അതായത് ഒരു ഇലക്ട്രൽ ബോണ്ട് ഏതെങ്കിലും കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് ലഭിച്ചു, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചു എന്നുള്ള ആ ബന്ധപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ആണ് ഈ കോഡ് നമ്പർ എന്ന് പറയുന്നത്. ആ കോഡ് നമ്പർ ഇല്ലാതെ ഈ വിവരങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഇന്ന് രൂക്ഷമായ വിമർശനം SBIക്ക് നേരെ ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് എല്ലാ രേഖകളും കൈമാറാത്തതെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചോദിച്ചു. ഫോൺ നമ്പറുകൾ കൈമാറാത്തത് എന്തുകൊണ്ട്, ബോണ്ടിന്റെ നമ്പറുകൾ കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതി ആരാഞ്ഞ കോടതി രേഖകളുടെ കോപ്പി എടുത്ത ശേഷം നാളെ വൈകിട്ടാവും ഈ SBI സമർപ്പിച്ച രേഖകളെല്ലാം തിരികെ, ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിച്ച രേഖകൾ തിരികെ നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ ഉത്തരവ് പൂർണ്ണമായി SBI നടപ്പാക്കിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ബോണ്ടിന്റെ നമ്പറുകൾ SBI കൈമാറിയിട്ടില്ല. അതുകൊണ്ട് സുപ്രീം കോടതി വീണ്ടും SBIക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ബോണ്ട് നമ്പർ കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് തിങ്കളാഴ്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ അറിയിക്കുകയും വേണം.